കോരവിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ വാതിൽക്കൽ SFIയുടെ ഭയങ്കര തേർവാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവരുടെ കയ്യിലിരിക്കുന്ന ആ കുറുവടി കണ്ടില്ലേ? ആ കുറുവടി നമ്മൾ വേറൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എവിടെയാണെന്നറിയുമോ? ആലപ്പുഴയിൽ പോലീസുകാർ നമ്മുടെ രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ നവചോരുള്ള യാത്ര നടത്തിയപ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഇറങ്ങി വന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ നേരിട്ടതും ഇതേ വടി കൊണ്ടായിരുന്നു. ഈ വടി ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ്. ഈ വടി ഇവർക്ക് പരസ്പര ബന്ധമുണ്ട് ഇതിന്. അത് കണ്ടില്ല, ഈ അഭിനയ തിലകങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. നമ്മുടെ വീണ ജോർജ് കഴുത്തുളക്കിയിട്ട് കാണിച്ച ആ അഭിനയം പോലെ തന്നെയാണ് ഇവന്മാരും കാണിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ പോലീസ് തേർവാഴ്ച നടത്തി അധികാരമേറ്റിട്ട് ഇത്രയും ദിവസമായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നതെന്നും പറഞ്ഞാണ് ഇവർ സമരം ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ പോലീസുകാർ എന്തോ ആണ് ആ മറ്റേ യൂത്ത് കോൺഗ്രസ്സുകാരോട് കാണിച്ചത്. ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുള്ള പേരിൽ കുറുവടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൃഗത്തിനെ പോലും തല്ലാത്ത രീതിയിലുള്ള ഭയങ്കര നീളമുള്ള കുറുവടികൾ കൊണ്ട് ഈ ആചാര ബാഹുക്കളായ കാപാലികന്മാർ ഇറങ്ങി വന്ന് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചത്. അപ്പോൾ അതിനകത്തൊന്നും ഇവന്മാർക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അത്രയൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ജലപീരങ്കി പ്രയോഗിച്ചതേ ഉള്ളൂ. അതിനകത്ത് ഇത്ര കാര്യം. ഇപ്പം അതാണ് നമ്മുടെ കോരം വിചാരിക്കുന്നത് രക്ഷാപ്രവർത്തനം ആരുടെയും കുത്തകയൊന്നും അല്ലെന്ന്. അതായത് പോലീസുകാരങ്ങനെ ഭരണം മാറുമ്പോഴത്തേക്കും അതനുസരിച്ച് പെരുമാറും. പക്ഷേ ലോക്കൽ പോലീസ് കീഴടക്കി മാറ്റിയിരുത്തിയ യുവാക്കളുടെ നേർക്കാണ് ഈ കാറിൽ നിന്നിറങ്ങിയ കാപാലികന്മാർ ഇങ്ങനെ അടിച്ച് തല പൊളിക്കുന്നു. അത്രയൊന്നും ഏതായാലും ഇവിടെ നടന്നിട്ടില്ല. നടന്നിട്ടില്ലെന്ന് ഇനി നടക്കാനും പോകണില്ല. ഈ പിണറായി കൊണ്ടു നടക്കുന്ന ഗുണ്ടകളെ കണക്ക് ഒരു ഗുണ്ടാപ്രവർത്തനം ഇനിയുള്ള പോലീസുകാർ എന്തായാലും കാണിക്കത്തില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇവർക്ക് 10 വർഷം ഇങ്ങനെ തിന്നും ഉറങ്ങിയും ഒക്കെ നടന്നില്ലേ, അതിൻ്റെ ഒരു കേട് തീർക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈ തിന്നത് എള്ളിനിടെ കുത്തുമ്പം ഉള്ള കോപ്രായങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല.